പ്രിയപ്പെട്ട കുട്ടികളെ, വിക്ടേഴ്സ് ചാനലിൽ +2 ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് നൽകിയ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എ 3-വീൽഡ് റെവല്യൂഷൻ, റൈസ് എന്നീ പാഠഭാഗങ്ങൾ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് നൽകിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെയധികം പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടതും ഫോക്കസ് ഏരിയയിൽ ഉള്ള പാഠങ്ങളുമായതുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായി പഠിക്കണം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇർഫാൻ ആലം ഈസ് വിസിറ്റിംഗ് യുവർ സ്കൂൾ. യു ഹാവ് ബീൻ അസൈൻഡ് ടു ഇൻട്രൊഡ്യൂസ് ഹിം ടു ദ ഓഡിയൻസ്. റൈറ്റ് ദ സ്പീച്ച് ഓഫ് ഇൻട്രൊഡക്ഷൻ. ഇർഫാൻ ആലം നിങ്ങളുടെ സ്കൂൾ സന്ദർശിക്കുന്നു. അദ്ദേഹത്തെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുവാൻ നിങ്ങളെ നിയോഗിച്ചു. ആമുഖ പ്രസംഗം എഴുതുക. സാധാരണ പ്രസംഗം തുടങ്ങുന്ന പോലെ നമുക്ക് തുടങ്ങാം. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, മൈ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് മൈ ലവിംഗ് ഫ്രണ്ട്സ്. As we all know, today we are greatly honored by the presence of young and successful entrepreneur Shri Irfan Alam to inaugurate our school's youth club. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ യൂത്ത് ക്ലബ് ഉദ്ഘാടനം ചെയ്യുന്നത് വിജയം കൈവരിച്ച യുവ സംരംഭകനായ ശ്രീ ഇർഫാൻ ആലം ആണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാരണം നമ്മൾ അഭിമാനിക്കുന്നു. ഹീ ഈസ് ദ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ. അദ്ദേഹം സമ്മാൻ ഫൗണ്ടേഷൻ്റെ സ്ഥാപകനും ചെയർമാനുമാണ്. ഹിസ് എഫേർട്സ് ടു എംപവർ ദ റിക്ഷ പുള്ളേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ് വൈഡ്ലി. ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തിൽ സൈക്കിൾ റിക്ഷ ഓടിക്കുന്ന ആൾക്കാരെ ശാക്തീകരിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടു. The Samman Foundation plays an important role to organize the rickshaw pullers. സൈക്കിൾ റിക്ഷ വലിക്കുന്ന ആൾക്കാരെ സംഘടിപ്പിക്കുന്നതിന് സമ്മാൻ ഫൗണ്ടേഷൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. He used rickshaws as a source of income from advertising, music and newspapers for passengers, recharge coupons and the selling of cold water and juice. യാത്രക്കാർക്ക് വേണ്ടിയുള്ള പരസ്യങ്ങൾ, സിഡികൾ, തണുത്ത വെള്ളം, റീചാർജ് കൂപ്പൺസ്, ജ്യൂസ് എന്നിവയുടെ വിൽപ്പനയിലൂടെ ഒരു വരുമാന മാർഗമായി കൂടി അദ്ദേഹം റിക്ഷകളെ ഉപയോഗിച്ചു. ഹി ഹാസ് വോൺ ദ ബിസിനസ് ബാസികർ ആൻഡ് ദ വേൾഡ് ബാങ്ക്സ് ഇന്നൊവേഷൻ അവാർഡ്. ബിസിനസ് ബാസികർ അവാർഡും ലോക ബാങ്കിൻ്റെ ഇന്നൊവേഷൻ അവാർഡും അദ്ദേഹം നേടി. ബിസൈഡ്സ്, ഹി ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ ടൈംസ് ഓഫ് ഇന്ത്യ ആസ് വൺ ഓഫ് ദ ടോപ്പ് 30 യൂത്ത് ഐക്കൺസ് ഓഫ് അവർ കൺട്രി. കൂടാതെ ടൈംസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തെ ഇന്ത്യയിലെ മികച്ച 30 യുവ ഐക്കണുകളിൽ ഒരാളായി അംഗീകരിച്ചിട്ടുണ്ട്. ഐക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ജനശ്രദ്ധ ആകർഷിച്ച, നമുക്കൊക്കെ അനുകരിക്കാൻ പറ്റുന്ന, മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുന്ന വ്യക്തി എന്നൊക്കെയാണ്. ഹീ ഈസ് റിയലി എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ടു ഓൾ ഓഫ് us. അദ്ദേഹം ശരിക്കും നമുക്കെല്ലാവർക്കും പ്രചോദനത്തിൻ്റെ ഉറവിടമാണ്. വി പ്രോമിസ് യു ദാറ്റ് വി വിൽ ഓൾസോ കോൺട്രിബ്യൂട്ട് സംതിങ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഞങ്ങൾ എന്തെങ്കിലും സംഭാവന ചെയ്യുമെന്ന് ഞങ്ങൾ നിങ്ങളോട് ഈ വേളയിൽ വാഗ്ദാനം ചെയ്യുന്നു. സോ ഐ ആം വെരി ഹാപ്പി ടു വെൽക്കം ഹിം ടു അവർ സ്കൂൾ ഫോർ ഇനാഗുറേറ്റിംഗ് ദ യൂത്ത് ക്ലബ്ബ്. താങ്ക് യു. യൂത്ത് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഞങ്ങളുടെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. നന്ദി. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. You got an opportunity to interview the social entrepreneur Sudha Murthy. Write 8 questions you would ask and the likely responses from her. സാമൂഹിക സംരംഭകയായ സുധാമൂർത്തിയെ അഭിമുഖം ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചു. നിങ്ങൾ ചോദിക്കുന്ന 8 ചോദ്യങ്ങളും അവരിൽ നിന്നുള്ള പ്രതികരണങ്ങളും എഴുതുക. ഒന്നാമത്തെ ചോദ്യം, വെൻ ഡിഡ് യു സ്റ്റാർട്ട് റൈറ്റിംഗ്? എപ്പോഴാണ് നിങ്ങൾ എഴുതുവാൻ തുടങ്ങിയത്? ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് വെൻ ഐ വാസ് ഇൻ സ്കൂൾ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുതി തുടങ്ങി. ടീച്ചിങ് ഈസ് യുവർ പാഷൻ. വാട്ട് മെയ്ഡ് യു ടു ബിക്കം എ റൈറ്റർ? അധ്യാപനം നിങ്ങളുടെ അഭിനിവേശമാണ്. നിങ്ങളെ ഒരു എഴുത്തുകാരിയാക്കുവാൻ പ്രേരിപ്പിച്ചത് എന്താണ്? ഐ തിങ്ക് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡസ് സരസ്വതി. ഇത് സരസ്വതി ദേവിയുടെ സമ്മാനമാണെന്ന് ഞാൻ കരുതുന്നു. മൈ മദർ മെയ്ഡ് ഇറ്റ് കമ്പൽസറി ടു റൈറ്റ് എസ്സേസ് വെൻ ഐ വാസ് ഇൻ സ്കൂൾ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉപന്യാസങ്ങൾ എഴുതുന്നത് അമ്മ നിർബന്ധമാക്കി. First I used to resist, but later I learned the art of writing and that went on. ആദ്യം ഞാൻ എതിർക്കുമായിരുന്നു, പക്ഷെ പിന്നീട് ഞാൻ എഴുത്തുകല പഠിച്ചു. അത് അങ്ങനെ തുടർന്നു. You work 7 days a week. How do you find a free time? നിങ്ങൾ ആഴ്ചയിൽ 7 ദിവസം ജോലി ചെയ്യുന്നു. ഒന്ന് സ്വതന്ത്രമായി ഇരിക്കുവാനുള്ള സമയം നിങ്ങൾ എങ്ങനെ കണ്ടെത്തുന്നു? ഐ ഡോണ്ട് സോഷ്യലൈസ് മച്ച്. ഞാൻ അധികം സമൂഹത്തിൽ ഇടപെടാറില്ല. സോ ഐ ഗെറ്റ് ഇനഫ് ടൈം ഫോർ മൈസെൽഫ്. അതിനാൽ എനിക്ക് വേണ്ടത്ര സമയം ലഭിക്കുന്നു.
4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹൗ ഹാസ് യുവർ ഫാമിലി ഇൻസ്പയർഡ് യു? നിങ്ങളുടെ കുടുംബം നിങ്ങളെ എങ്ങനെ പ്രചോദിപ്പിച്ചു? മൈ പേരൻസ് ഓൾവേസ് എൻകറേജ്ഡ് മീ. എൻ്റെ മാതാപിതാക്കൾ എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നു. മൈ ഗ്രാൻഡ് പേരൻസ് വെയർ നോട്ട് റിച്ച് ബട്ട് ഗിവ് അവേ റൈസ് ടു പീപ്പിൾ ഇൻ നീഡ്. എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും സമ്പന്നരായിരുന്നില്ല, എന്നാലും ആവശ്യമുള്ളവർക്ക് അവർ അരി സൗജന്യമായി നൽകി. മൈ ഫാദർ വാസ് എ ഡോക്ടർ ഹു കെപ്റ്റ് ഹിസ് പേഷ്യൻസ് എബോവ് റിലിജിയൻ. രോഗികളെ മതത്തിന് അതീതമായി നിലനിർത്തിയ ഡോക്ടറായിരുന്നു അച്ഛൻ. Thus my family's moral values and attitudes inspired me a lot and have been included in all my writings. അങ്ങനെ എൻ്റെ കുടുംബത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളും മനോഭാവങ്ങളും എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുകയും എൻ്റെ എല്ലാ രചനകളിലും ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇൻ്റർവ്യൂവിലെ 5ാമത്തെ ചോദ്യം, വൈ ഡു യു പ്രിഫർ ബുക്സ് ഓവർ ഓൾ ഗിഫ്റ്റ്സ്? ആകെ നോക്കുകയാണെങ്കിൽ പുസ്തകങ്ങളെയാണല്ലോ സമ്മാനങ്ങൾ ആയി നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഇഫ് ഐ ഗിവ് സമ്മൺ ഫ്ലവേഴ്സ് വാട്ട് വിൽ ദേ റിയലി ഡു വിത്ത് ഇറ്റ്? ഞാൻ ആർക്കെങ്കിലും പൂക്കൾ നൽകിയാൽ അവർ അത് ശരിക്കും എന്ത് ചെയ്യും? ബട്ട് ബുക്സ് ആർ എ സോഴ്സ് ഓഫ് നോളജ് ആൻഡ് ഐ ഹാവ് എ ഗ്രേറ്റ് തേഴ്സ്റ്റ് ഫോർ നോളജ്. എന്നാൽ പുസ്തകങ്ങൾ അറിവിൻ്റെ ഉറവിടമാണ്. എനിക്ക് അറിവിനോട് വലിയ ദാഹമുണ്ട്. സോ ഐ പ്രിഫർ ബുക്സ് ആസ് ഗിഫ്റ്റ്സ്. അതിനാൽ ഞാൻ സമ്മാനങ്ങളായി പുസ്തകങ്ങളെ തിരഞ്ഞെടുക്കുന്നു. 6ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ബുക്സ് ദാറ്റ് ഹാവ് ഇൻസ്പയർഡ് യു ആൻഡ് ഹൂ ആർ യുവർ ഫേവറേറ്റ് ഓതേഴ്സ്? നിങ്ങളെ പ്രചോദിപ്പിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ പ്രിയപ്പെട്ട രചയിതാക്കൾ ആരാണ്? ദർ ഈസ് നത്തിങ് ലൈക്ക് എ ഫേവറേറ്റ് ഓതർ ഫോർ മീ. എനിക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരായി അങ്ങനെ ആരുമില്ല. ഐ റെഡ് ലോട്ട്സ് ഓഫ് ബുക്സ്. ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിച്ചു. ഐ റെഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബുക്സ് ഓൺ ഹിസ്റ്ററി, ജോഗ്രഫി, പോയട്രി ആൻഡ് ട്രാവലോഗ്സ് ആൻഡ് ബയോഗ്രഫീസ്. ചരിത്രം, ഭൂമിശാസ്ത്രം, കവിതകൾ, യാത്രാ വിവരണങ്ങൾ, ജീവചരിത്ര ഗ്രന്ഥങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തതരം പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഹൗ ഡു യു സ്പെൻഡ് യുവർ ലെഷർ ടൈം? നിങ്ങളുടെ ഒഴിവ് സമയം നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു? ഡ്യൂറിങ് ലെഷർ ടൈംസ് ഐ എൻജോയ് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്. ഐ ഓൾസോ എൻജോയ് റീഡിംഗ്. ഒഴിവ് സമയങ്ങളിൽ ഞാൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതം ആസ്വദിക്കുന്നു. വായനയും ഞാൻ ആസ്വദിക്കുന്നു. വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്? വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നിങ്ങളുടെ ഉപദേശം എന്താണ്? ഐ ഓൾവേസ് സേ മേക്ക് ലൈഫ് മീനിങ് ഫുൾ. ജീവിതത്തെ അർത്ഥവത്താക്കുക. മേക്ക് ലൈഫ് കളർഫുൾ. ജീവിതം വർണ്ണാഭമാക്കുക. മേക്ക് ഇറ്റ് എൻജോയബിൾ. ജീവിതം ആസ്വാദ്യകരമാക്കുക. ഇനി നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇമാജിൻ യു ആർ ദ പോയറ്റ്. യു ആർ ഇൻവൈറ്റഡ് ബൈ എ ലോക്കൽ ക്ലബ് ഇൻ നോർത്ത് ഇന്ത്യ ഫോർ എ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം. You are asked to speak about your plays and practices. Draft the script of the speech. Don't hesitate to describe the scenic beauty, cultivation, food and the dressing habits. നിങ്ങൾ ഒരു കവിയാണെന്ന് സങ്കല്പിക്കുക. ഒരു സാംസ്കാരിക കൈമാറ്റ പരിപാടിക്ക് നിങ്ങളെ ഉത്തരേന്ത്യയിലെ ഒരു പ്രാദേശിക ക്ലബ്ബ് ക്ഷണിച്ചു. വീട്ടിലെ നിങ്ങളുടെ സ്ഥലത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് സംസാരിക്കുവാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. സംഭാഷണത്തിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. മനോഹരമായി നിങ്ങളുടെ നാട്, അതിൻ്റെ സൗന്ദര്യം, കൃഷി, ഭക്ഷണം എന്നിവ വിവരിക്കുവാൻ മടിക്കരുത്. മൈ ഹോം ടൗൺ ഈസ് ആലപ്പുഴ. എൻ്റെ ജന്മനാട് ആലപ്പുഴയാണ്. ഇറ്റ് ഈസ് എ ലാൻഡ്മാർക്ക് ബിറ്റ്വീൻ ദ ബ്രോഡ് അറേബ്യൻ സീ ആൻഡ് എ നെറ്റ്വർക്ക് ഓഫ് റിവേഴ്സ് ഫ്ലോവിംഗ് ഇൻ ടു ഇറ്റ്. വിശാലമായ അറേബ്യൻ കടലിനും അതിലേക്ക് ഒഴുകുന്ന നദികളുടെ ശൃംഖലയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണത്. As the district has got a vast spread of lakes and canals, it is also called the Venice of the East. തടാകങ്ങളും കനാലുകളും ഒക്കെയായി പരന്നു കിടക്കുന്നതിനാൽ എൻ്റെ ജില്ലയെ കിഴക്കിൻ്റെ വെനീസ് എന്നും വിളിക്കുന്നു. ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ദെയർ ആൻഡ് ഐ ക്യാൻ സേ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി മൈ ഫേവറേറ്റ് പ്ലേസ്. ഞാൻ അവിടെയാണ് ജനിച്ചു വളർന്നത്. അത് തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട സ്ഥലമാണെന്ന് എനിക്ക് പറയുവാൻ കഴിയും. ദ ടൗൺ ഈസ് ബോത്ത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ. പരമ്പരാഗതവും ആധുനികവുമാണ് എൻ്റെ നഗരം. അഗ്രികൾച്ചർ ആൻഡ് ഫിഷിംഗ് ആർ കോമൺ ഇൻ മൈ ഹോം ടൗൺ. എൻ്റെ ജന്മനാട്ടിൽ കൃഷിയും മീൻപിടുത്തവും സാധാരണമാണ്. മൈ ഹോം ടൗൺ ഈസ് ഓൾസോ സ്പെഷ്യൽ ആസ് ഇറ്റ് ഒഫേഴ്സ് മെനി ടൂറിസ്റ്റ് അട്രാക്ഷൻസ്. നിരവധി ടൂറിസ്റ്റ് ആകർഷണങ്ങൾ പ്രദാനം ചെയ്യുന്നതിനാൽ എൻ്റെ ജന്മനാട് വളരെ പ്രത്യേകത ഉള്ളതാണ്. ദർ ആർ വണ്ടർഫുൾ പ്ലേസസ് ടു വിസിറ്റ്. സന്ദർശിക്കാൻ അതിശയകരമായ സ്ഥലങ്ങളുണ്ട്. ഇറ്റ് ഈസ് വെൽ നോൺ ഫോർ ഇറ്റ്സ് ബ്രെത്ത് ടേക്കിംഗ്ലി അമേസിംഗ് ബീച്ചസ് ആൻഡ് എൻചാൻറ്റിംഗ് ബാക്ക് വാട്ടേഴ്സ്. അതിശയകരമായ ബീച്ചുകൾക്കും ആകർഷകമായ കായലുകൾക്കും പേരുകേട്ട സ്ഥലമാണത്. ഇറ്റ്സ് ഫേമസ് ബാക്ക് വാട്ടർ ഹൗസ് ബോട്ട്സ് ആൻഡ് ബോട്ട് റേസസ് അട്രാക്ട്സ് തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് എവരി ഇയർ. പ്രശസ്തമായ കെട്ടുവള്ളങ്ങളും വള്ളം കളികളും പ്രതിവർഷം ആയിരക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഫൺ, ഫ്രോലിക് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ആർ അറ്റ് ദർ പീക്ക് ഡ്യൂറിംഗ് ദ ബോട്ട് റേസസ് ഹെൽഡ് അറ്റ് ദ പുന്നമട ലേക്ക് ഇൻ ആലപ്പുഴ.
ആലപ്പുഴയിലെ പുന്നമട തടാകത്തിൽ നടക്കുന്ന വള്ളംകളിയിലെ വിനോദവും ഉല്ലാസവും ആവേശവും ഏറ്റവും ഉയർന്നതാണ്. സെയിലിംഗ് ഇൻ എ ഹൗസ് ബോട്ട് along the backwaters of ആലപ്പുഴ is an experience one cannot forget in his lifetime. ആലപ്പുഴയിലെ കായലിലൂടെ ഒരു കെട്ടുവള്ളത്തിൽ പോകുന്നത് ജീവിതകാലം മുഴുവൻ ഒരാൾക്ക് മറക്കുവാൻ കഴിയാത്ത അനുഭവമാണ്. Many people visit this place to experience them. അവയൊക്കെ അനുഭവിക്കുവാൻ നിരവധി ആളുകൾ ആ സ്ഥലം സന്ദർശിക്കുന്നു. A singular characteristic of this land is a region called കുട്ടനാട്. കുട്ടനാട് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ ഭൂമിയുടെ പ്രത്യേകമായ സ്വഭാവം. കുട്ടനാട്, also known as the rice bowl of Kerala, is the only place perhaps where farming is done below sea level. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട് സമുദ്രനിരപ്പിന് താഴെയായി കൃഷി ചെയ്യുന്ന ഒരേയൊരു സ്ഥലമായിരിക്കാം. ആലപ്പുഴ ഈസ് ഓൾസോ വെൽ കണക്റ്റഡ് ത്രൂ വാട്ടർവേസ് ആൻഡ് റോഡ്വേസ്. ജലപാതകളിലൂടെയും റോഡുകളിലൂടെയും ആലപ്പുഴയെ നന്നായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ദ മേജർ ഒക്കുപ്പേഷൻ ഇൻ ആലപ്പുഴ ഈസ് ഫാമിംഗ്. കൃഷിയാണ് ആലപ്പുഴയിലെ പ്രധാന തൊഴിൽ. ഇറ്റ് ഈസ് വെൽ നോൺ ഫോർ ഇസ് വാസ്റ്റ് പാഡി ഫീൽഡ്സ്. വിശാലമായ നെൽവയലുകൾക്ക് പേരുകേട്ടതാണ് ഇത്. ഇറ്റ് ഈസ് നോട്ട് ക്രൗഡഡ് ആൻഡ് നോട്ട് പൊല്യൂട്ടഡ്. ഇവിടെ തിരക്കുകളില്ല, കൂടാതെ പ്രദേശം മലിനവുമല്ല. വി ഹാവ് എ നൈസ് ലൈബ്രറി ഇൻ അവർ ടൗൺ. ഞങ്ങളുടെ പട്ടണത്തിൽ നല്ലൊരു ലൈബ്രറി ഉണ്ട്. ഇറ്റ് ഈസ് ഇൻ എ നൈസ് ഓൾഡ് ബിൽഡിംഗ്. നല്ല ഒരു പഴയ കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലേസ് ടു റിലാക്സ് ആൻഡ് റീഡ്. വിശ്രമിക്കുവാനും വായിക്കാനുമുള്ള മികച്ച സ്ഥലമാണിത്. വി ആർ ഓൾസോ ലക്കി ബിക്കോസ് ഇൻ മൈ ഹോം ടൗൺ വി ഹാവ് സോ മെനി റെസ്റ്റോറൻറ്റ്സ്. ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്, കാരണം അവിടെ ഞങ്ങൾക്ക് ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്. ദേ ആർ വെരി സിമ്പിൾ ബട്ട് ദ ഫുഡ് ഈസ് ഓൾവേസ് ഗുഡ്. അവ വളരെ ലളിതമാണ്, പക്ഷേ ഭക്ഷണം എല്ലായ്പ്പോഴും നല്ലതാണ്. ഇറ്റ് ഈസ് ഓൾസോ വെരി ചീപ്പ് ടു ബൈ. അത് വാങ്ങുവാൻ വളരെ വിലക്കുറവുമാണ്. വി ഹാവ് സോ മെനി സ്മോൾ ഷോപ്സ് ആൻഡ് സ്റ്റോഴ്സ് ഇൻ മൈ നെയ്ബർഹുഡ്. എൻ്റെ സമീപ സ്ഥലത്ത് ധാരാളം ചെറിയ ഷോപ്പുകളും സ്റ്റോറുകളുമുണ്ട്. ദീസ് ഷോപ്സ് ആർ നോട്ട് വെരി ഫാഷനബിൾ ബട്ട് ദേ ആർ വെരി കൺവീനിയൻറ്റ് ആൻഡ് ദേ സെൽ മെനി യൂസ്ഫുൾ തിങ്സ് ദാറ്റ് വി മൈറ്റ് നീഡ് ഇൻ ദ ഹൗസ് ഓർ ഇൻ അവർ ഡെയിലി ലൈഫ്. ഈ ഷോപ്പുകൾ വളരെ ഫാഷനബിൾ ഒന്നുമല്ലെങ്കിലും അവ വളരെ സൗകര്യപ്രദമാണ്. മാത്രമല്ല വീട്ടിലോ ദൈനംദിന ജീവിതത്തിലോ ഞങ്ങൾക്ക് ആവശ്യമായേക്കാവുന്ന ഉപയോഗപ്രദമായ പലതും അവർ വിൽക്കുന്നു. About 10% of our total population runs their own businesses. ഞങ്ങളുടെ മൊത്തം ജനസംഖ്യയുടെ 10% സ്വന്തം ബിസിനസ്സുകൾ നടത്തുന്നു. Majority of them are farmers, while a minority are involved in information technology. കൂടുതൽ ആൾക്കാരും കൃഷിക്കാരാണ്, എന്നാൽ അതിൽ ചെറിയൊരു വിഭാഗം ആളുകൾ വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുന്നു. The variety of jobs people do in my town is overwhelming, which includes running their own boutique shops, fishing, selling artworks and many more. എൻ്റെ പട്ടണത്തിൽ ആളുകൾ ചെയ്യുന്ന വിവിധ ജോലികൾ അതിശയിപ്പിക്കുന്നതാണ്. അതിൽ സ്വന്തമായി ആധുനിക ഷോപ്പുകൾ നടത്തുന്നവരുണ്ട്. മീൻപിടുത്തം, കലാസൃഷ്ടികൾ വിൽക്കുക എന്നിവയും അതിൽ ഉൾപ്പെടുന്നു. I am personally used to this place and I have become very comfortable with it. ഞാൻ വ്യക്തിപരമായി ഈ സ്ഥലത്താണ് വളർന്നത്. മാത്രമല്ല എനിക്കിത് വളരെ സൗകര്യപ്രദവുമാണ്. Among all the places I have been to, I think my place is one of the best. ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളിലും വെച്ച് എൻ്റെ സ്ഥലം മികച്ച ഒന്നാണെന്ന് ഞാൻ കരുതുന്നു. നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. In the poem Rise, there is a clash between ചെമ്മനം ചാക്കോസ് expectation and his real experience. നെല്ല് എന്ന കവിതയിൽ ചെമ്മനം ചാക്കോയുടെ പ്രതീക്ഷയും അവൻ്റെ യഥാർത്ഥ അനുഭവവും തമ്മിൽ ഒരു സംഘടനമുണ്ട്. Did you have such an experience in your life? നിങ്ങളുടെ ജീവിതത്തിൽ അത്തരമൊരു അനുഭവം ഉണ്ടോ? Prepare a write-up. ഒരു റൈറ്റപ്പ് തയ്യാറാക്കുക. The long drive was tiring as it had been almost 10 hours since I started my journey. ഞാൻ യാത്ര ആരംഭിച്ച് ഏകദേശം 10 മണിക്കൂറായതിനാൽ നീണ്ട ഈ യാത്ര ഏകദേശം മടുത്തു. I was very glad to leave the buzz of city life behind. നഗരജീവിതത്തിൻ്റെ തിരക്ക് ഉപേക്ഷിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചു. I knew that I needed a break from my monotonous yet hectic lifestyle in Bangalore. ബാംഗ്ലൂരിലെ എൻ്റെ ഏകാന്തമായ എന്നാൽ തിരക്കേറിയതുമായ ജീവിതശൈലിയിൽ നിന്ന് എനിക്കൊരു ഇടവേള ആവശ്യമാണെന്ന് എനിക്കറിയാമായിരുന്നു. I decided to go on this getaway trip to fulfill my longing to my village. എൻ്റെ ഗ്രാമത്തോടുള്ള എൻ്റെ ആഗ്രഹം നിറവേറ്റുന്നതിനായി ഒരു യാത്ര പോകുവാൻ ഞാൻ തീരുമാനിച്ചു. On my way I kept recollecting the times I ran through the paddy fields, the cool breeze against my face and the serenity of the rich earthly smell after a rain shower. വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ നെൽവയലുകളിലൂടെ ഓടിയ സമയങ്ങൾ, എൻ്റെ മുഖത്തിന് നേരെയുള്ള തണുത്ത കാറ്റ്, ഒരു മഴയ്ക്ക് ശേഷം ഫലഭൂയിഷ്ടമായ ഭൂമിയുടെ ഗന്ധം, അതിൻ്റെ ശാന്തത എന്നിവയെല്ലാം ഞാൻ ഓർത്തു.
The cool shades of the vast stretches of never-ending clusters of trees were some of the greatest relief for my childhood days. ഒരിക്കലും അവസാനിക്കാത്ത മരക്കൂട്ടങ്ങളുടെ വിശാലമായ തണലുകൾ എൻ്റെ ബാല്യകാലത്തെ ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു. Thinking about the festival of harvest, the boat races and fishing, or taking a dip in the revitalizing rivers and ponds gave me much joy and enthusiasm. വിളവെടുപ്പിൻ്റെ ഉത്സവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വള്ളംകളിയും മത്സ്യബന്ധനവുമാണ് ഓർമ്മ വരുന്നത്. ഉന്മേഷം തരുന്ന നദികളും കുളങ്ങളും അതിൽ മുങ്ങി നീന്തുന്നതുമൊക്കെ എനിക്ക് വളരെയധികം സന്തോഷവും ഉത്സാഹവും നൽകിയിരുന്നു. In my village, people lived in peace and harmony, and a sense of spiritual, mental and physical well-being accompanied the circle of life. എൻ്റെ ഗ്രാമത്തിൽ ആളുകൾ സമാധാനത്തോടെയും ഐക്യത്തോടെയും ജീവിക്കുകയും ആത്മീയവും മാനസികവും ശാരീരികവുമായ ക്ഷേമവും എല്ലാം ജീവിത രീതികൾക്കൊപ്പമുണ്ടായിരുന്നു. I drove in silence along the straight roads, thinking about all these good memories. ഈ നല്ല ഓർമ്മകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നേരെയുള്ള റോഡിലൂടെ ഞാൻ നിശബ്ദനായി വണ്ടി ഓടിച്ചു. As I drew closer to my village, I felt a bit lost and confused because I saw concrete buildings instead of the cool mud and brick houses. എൻ്റെ ഗ്രാമത്തിലേക്ക് അടുത്തപ്പോൾ എനിക്ക് ചെറിയ ഒരു നഷ്ടവും ആശയക്കുഴപ്പവും തോന്നി. കാരണം മണ്ണുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടിക വീടുകൾക്കു പകരം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഞാൻ കണ്ടു. The lush greenery that I longed for was now grey and foggy due to the pollution caused by the increasing number of automobiles and factories. വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെയും ഫാക്ടറികളുടെയും മലിനീകരണം കാരണം ഞാൻ കൊതിച്ചിരുന്ന പച്ചപ്പ് ഇപ്പോൾ ചാരനിറവും മൂടൽമഞ്ഞു പോലെയും മാറിയിരിക്കുന്നു. The divine beauty and serenity I had hoped for were all lost. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ദിവ്യമായ സൗന്ദര്യവും ശാന്തതയും എല്ലാം എൻ്റെ ഗ്രാമത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. I couldn't even think of dipping my little toe in the dark polluted rivers. കറുത്ത മലിനമായി കിടക്കുന്ന വെള്ളത്തിലേക്ക് കാലെടുത്ത് കുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല. I was shocked to see the plastic waste scattered along the roadside. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും കിടക്കുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. The once rich and green paddy fields were now replaced by new cultivations. ഒരു കാലത്ത് സമ്പന്നവും ഹരിതവുമായ നെൽവയലുകൾക്ക് പകരം പുതിയ കൃഷിയിടങ്ങൾ ഞാൻ കണ്ടു. The places where we used to go fishing were now lying so untidy and stinky that it just was beyond my imagination. ഞങ്ങൾ എപ്പോഴും ചൂണ്ടയിടാൻ പോകുന്ന സ്ഥലങ്ങൾ മലിനമായും ദുർഗന്ധം പരത്തുകയും ചെയ്യുമ്പോൾ അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. I could see self-centered youngsters before shops, and everywhere I turned to, I saw that most of the workers were from other states. കടകൾക്ക് മുമ്പായി സ്വാർത്ഥരായ ചെറുപ്പക്കാരെ എനിക്ക് കാണാമായിരുന്നു. അതോടൊപ്പം എല്ലായിടത്തും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെയും ഞാൻ കണ്ടു. The boat races have been stopped due to the various political issues behind. ഏതോ രാഷ്ട്രീയ കാരണങ്ങളാണെന്ന് തോന്നുന്നു വള്ളംകളിയൊന്നും ഇപ്പോൾ ഇല്ല. There were no harvest festivals as people were too busy with their jobs. ആളുകൾ അവരവരുടെ ജോലികളിൽ തിരക്കിലായതിനാൽ കൊയ്ത്തുത്സവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. I was quite depressed when I saw the youth of my village becoming slaves to drug abuse and social media. എൻ്റെ ഗ്രാമത്തിലെ യുവാക്കൾ മയക്കുമരുന്ന് ഉപയോഗത്തിനും സോഷ്യൽ മീഡിയയ്ക്കും അടിമകളാകുന്നത് കണ്ട് ഞാൻ വളരെ വിഷാദത്തിലായി. I immediately realized that even though development is necessary for growth, it too has its own defects which can never bring back the heaven which my village used to be. വികസനം വളർച്ചയ്ക്ക് അനിവാര്യമാണെങ്കിലും അതിനും അതിൻ്റേതായ വൈകല്യങ്ങളുണ്ടെന്ന് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി. എൻ്റെ ഗ്രാമമായിരുന്ന ആ സ്വർഗത്തെ ഒരിക്കലും തിരികെ കൊണ്ടുവരുവാൻ എനിക്കിനി കഴിയില്ല. I returned back after a month, heartbroken that I will never get to see the glory and beauty of my village ever again. എൻ്റെ ഗ്രാമത്തിൻ്റെ മഹത്വവും സൗന്ദര്യവും ഇനി ഒരിക്കലും കാണാനാകില്ലെന്ന് നെഞ്ചിടിപ്പോടെ ഓർത്തുകൊണ്ട് ഒരു മാസത്തിന് ശേഷം ഞാൻ മടങ്ങി. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. Every year, 23rd December is celebrated as National Farmers Day in India. You are a reporter of a local channel and you decide to interview a farmer who has won the Karshakashri Award. Prepare 6 questions to ask him. എല്ലാ വർഷവും ഡിസംബർ 23 ഇന്ത്യയിൽ ദേശീയ കർഷക ദിനമായി ആഘോഷിക്കുന്നു. നിങ്ങളൊരു പ്രാദേശിക ചാനലിൻ്റെ റിപ്പോർട്ടറാണ്. കർഷകശ്രീ അവാർഡ് നേടിയ ഒരു കർഷകനെ അഭിമുഖം നടത്തുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. അദ്ദേഹത്തോട് ചോദിക്കുവാൻ 10 ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
Mr. Balakrishnan, what was your very first thought that you had when you heard that you are the recipient of Karshaka Shri Award? ശ്രീ ബാലകൃഷ്ണൻ, നിങ്ങൾ കർഷക ശ്രീ അവാർഡിന് അർഹനാണെന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ചിന്ത എന്തായിരുന്നു? I felt extremely delighted. എനിക്ക് അതിയായ സന്തോഷം തോന്നി. How long you have been into farming? നിങ്ങൾ എത്ര കാലമായി കൃഷി ചെയ്യുന്നു? From an early age, I was interested in agricultural practices. ചെറുപ്പം മുതലേ എനിക്ക് കാർഷിക രീതികളിൽ താല്പര്യമുണ്ടായിരുന്നു. വാട്ട് ബ്രോട്ട് യു ഇൻ ടു ഫാമിംഗ്? നിങ്ങളെ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവന്നത് എന്താണ്? സിൻസ് മൈ ചൈൽഡ്ഹുഡ്, ഫാമിംഗ് വാസ് ദ ഓൺലി വേ ഓഫ് ലിവിംഗ് ഇൻ അവർ സൊസൈറ്റി. മൈ പേരൻസ് ബ്രോട്ട് മീ ഇൻ ടു ഫാമിംഗ്. എൻ്റെ കുട്ടിക്കാലം മുതൽ കൃഷി മാത്രമാണ് ഞങ്ങളുടെ സമൂഹത്തിലെ ഏക ജീവിത രീതി. എൻ്റെ മാതാപിതാക്കൾ എന്നെ കൃഷിയിലേക്ക് കൊണ്ടുവന്നു. വാട്ട് ഈസ് യുവർ മോസ്റ്റ് കൺസിസ്റ്റൻറ്റ് ക്രോപ്പ് ഇൻ ടേംസ് ഓഫ് മേക്കിംഗ് എ ഗുഡ് പ്രോഫിറ്റ്? നല്ല ലാഭമുണ്ടാക്കുന്ന നിങ്ങളുടെ ഏറ്റവും സ്ഥിരമായ വിള ഏതാണ്? കോക്കനട്ട് ആൻഡ് നട്ട്മഗ് ആർ ദ മോസ്റ്റ് കൺസിസ്റ്റൻറ്റ് ക്രോപ്പ് ഇൻ ടേംസ് ഓഫ് മേക്കിംഗ് എ ഗുഡ് പ്രോഫിറ്റ്. നല്ല ലാഭമുണ്ടാക്കുന്ന ഏറ്റവും സ്ഥിരമായ വിളകളാണ് തേങ്ങയും ജാതിക്കയും. ഹൗ ഡു യു ഡീൽ വിത്ത് വീഡ്സ്? കളകളെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? ദ ഗ്രോത്ത് ഓഫ് വീഡ്സ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ അഡോപ്റ്റിംഗ് മെനി വേയ്സ്. പല വഴികളും സ്വീകരിച്ചുകൊണ്ട് കളകളുടെ വളർച്ച നമുക്ക് നിയന്ത്രിക്കാം. ടില്ലിംഗ് ബിഫോർ സോവിംഗ് ഓഫ് ക്രോപ്സ് ഹെൽപ്സ് ഇൻ ദ അപ്രൂട്ടിംഗ് ആൻഡ് കില്ലിംഗ് ഓഫ് വീഡ്സ്. വിളകൾ വിതയ്ക്കുന്നതിന് മുമ്പ് നിലമൊരുക്കുമ്പോൾ കളകളെ വേരോടെ പിഴുതെറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഡു യു യൂസ് എനി കൈൻഡ് ഓഫ് ഇൻസെക്ടിസൈഡ് ഓർ പെസ്റ്റിസൈഡ്? നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കീടനാശിനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെമിക്കലുകൾ ഉപയോഗിക്കുന്നുണ്ടോ? വി ആർ അഡോപ്റ്റിംഗ് സയൻറ്റിഫിക്കലി ബേസ്ഡ് ഓർഗാനിക് ഫാമിംഗ് മെത്തേഡ്സ് ഇൻ ഫെർട്ടിലൈസേഷൻ, പെസ്റ്റ് കൺട്രോൾ ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ. വളമിടിയിൽ, കീടനിയന്ത്രണം, രോഗപ്രതിരോധം എന്നിവയിൽ ശാസ്ത്രീയമായി അടിസ്ഥാനമാക്കിയുള്ള ജൈവ കൃഷി രീതികൾ ഞങ്ങൾ സ്വീകരിക്കുന്നു. വാട്ട് ആർ യുവർ ഈൽഡ് ഇൻക്രീസിംഗ് ടെക്നിക്സ്? നിങ്ങളുടെ വിളവ് വർദ്ധിപ്പിക്കുന്ന വിദ്യകൾ എന്തൊക്കെയാണ്? വാട്ടർ കൺസർവേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മൈ വർക്ക്. ജലസംരക്ഷണം എൻ്റെ ജോലിയുടെ ഒരു പ്രധാന ഭാഗമാണ്. വി ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ടു സേവ് വാട്ടർ. വെള്ളം ലാഭിക്കുവാൻ ഞങ്ങൾ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വി ആർ ഓൾസോ റെഡി ടു എക്സ്പെരിമെൻറ്റ് വിത്ത് ന്യൂ നോളജ് ആൻഡ് ടെക്നോളജി. പുതിയ അറിവും സാങ്കേതിക വിദ്യയും പരീക്ഷിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. വാട്ട് ആർ ദി ഇഷ്യൂസ് യു ഹാവ് ബീൻ ഫേസിംഗ് ഡ്യൂറിംഗ് ദ COVID-19 പാൻഡമിക്? COVID-19 പകർച്ചവ്യാധിയുടെ സമയത്ത് നിങ്ങൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ദ ലോക്ക്ഡൗൺ ക്രിയേറ്റഡ് ബോത്ത് എ ഷോർട്ടേജ് ഓഫ് ലേബർ ആൻഡ് എക്യുപ്മെൻറ്റ് ഇൻ അവർ ഇൻഡസ്ട്രി. ലോക്ക്ഡൗൺ ഞങ്ങളുടെ വ്യവസായത്തിൽ തൊഴിലാളികളുടെയും ഉപകരണങ്ങളുടെയും കുറവ് സൃഷ്ടിച്ചു. പ്രൈസസ് ഓഫ് അവർ പ്രോഡക്ട്സ് ആർ ഓൾസോ ക്രാഷിംഗ് ബിക്കോസ് ഓഫ് ലോവർ ഡിമാൻഡ്. ആവശ്യകത കുറവായതിനാൽ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിലയും തകർന്നുകൊണ്ടിരിക്കുകയാണ്. 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹൗ ഡു യു സീ യുവർ റോൾ ഇൻ ദ കമ്മ്യൂണിറ്റി ആസ് എ ഫാർമർ? ഒരു കർഷകൻ എന്ന നിലയിൽ സമൂഹത്തിലുള്ള നിങ്ങളുടെ പങ്ക് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഫാമേഴ്സ് പ്ലേ എ മേജർ റോൾ ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ കർഷകർക്ക് വലിയ ഒരു പങ്കുണ്ട്. ദേ ഫീഡ് ദ നേഷൻ. അവർ രാഷ്ട്രത്തെ തീറ്റിപ്പോറ്റുന്നു. ഓൾ ആർ കസ്റ്റോഡിയൻസ് ഓഫ് ദ ലാൻഡ്സ്കേപ്പ് ആൻഡ് നേച്ചർ. എല്ലാവരും ഭൂപ്രകൃതിയുടെയും പ്രകൃതി ദൃശ്യങ്ങളുടെയും സൂക്ഷിപ്പുകാരാണ്. വാട്ട് ഡു യു തിങ്ക് ദ ഗവൺമെൻറ് ഷുഡ് ഡു ടു ചേഞ്ച് ദ ഫാമിംഗ് ഇൻഡസ്ട്രി? കാർഷിക വ്യവസായത്തിൽ മാറ്റം വരുത്തുവാൻ സർക്കാർ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ കരുതുന്നു? ദ ഗവൺമെൻറ് മസ്റ്റ് ഗിവ് ഇൻഷുറൻസ് കവറേജ് ഫോർ ഓൾ ദ ക്രോപ്സ്. എല്ലാ വിളകൾക്കും സർക്കാർ ഇൻഷുറൻസ് പരിരക്ഷ നൽകണം. Agricultural insurance can play an important role in securing farmers' livelihoods and boosting the efficiency of the agricultural sector. കൃഷിക്കാരുടെ ഉപജീവനമാർഗം സംരക്ഷിക്കുന്നതിലും കാർഷിക മേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും കാർഷിക ഇൻഷുറൻസിന് ഒരു പ്രധാന പങ്ക് വഹിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ട കുട്ടികളെ, വിക്ടേഴ്സ് ചാനലിൽ +2 ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് നൽകിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നീ വീഡിയോകളിലായിട്ടാണ് ഇത് മുഴുവൻ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഫോക്കസ് ഏരിയ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. വളരെയധികം പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട നിരവധി ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇനിയുമുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.